ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനിഷ. ലീഫ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ഇതുവരെ ഓഫർ വീഡിയോയിലൊന്നും കണ്ട് പരിചിതമല്ലാത്ത ഒരുപാട് പ്ലാന്റ്സ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. 30 രൂപ മുതലാണ് ഈ പ്ലാന്റ്സുകളുടെയൊക്കെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്ന് കരുതി എല്ലാ പ്ലാന്റ്സും 30 രൂപയുടേതല്ല, 30 രൂപ മുതൽ ഉള്ള പ്ലാന്റ്സുകളും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് വൺ വരുന്നത് പിങ്ക് വെറോണിക്ക പ്ലാന്റ് ആണ്. വെറോണിക്കയുടെ 2 ഷെയ്ഡാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 110 രൂപയാണ് പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ബ്ലൂ ഡേയ്സ് പ്ലാന്റ് ആണ്. എല്ലാ സമയത്തും പൂക്കൾ ഉണ്ടാകുന്നൊരു പ്ലാന്റ് കൂടിയാണിത്. നല്ല വെളിച്ചമുള്ള ഭാഗങ്ങളിൽ വെച്ചാൽ എല്ലാ സമയത്തും പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. അടുത്തതായിട്ട് വരുന്നത് ബേബി സൺറോസ് ആണ്. സെക്കുലൻറ്റ് വിഭാഗത്തിൽപ്പെട്ടൊരു പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഓവർ വാട്ടറിങ് ആവാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പ്ലാന്റ് കൂടിയാണ്. ഗ്രൗണ്ട് കവറിങ് ആയിട്ടും അതുപോലെ ഹാങ്ങിങ് ആയിട്ടൊക്കെ വളർത്താൻ പറ്റിയ പ്ലാന്റ് ആണ്. 30 രൂപയാണ് പ്രൈസ്. നെക്സ്റ്റ് വൺ വരുന്നത് ബോട്ടിൽ ബ്രഷ് പ്ലാന്റ് ആണ് കേട്ടോ. ഇത് ഒരു ട്രീ ആയി മാറുന്നൊരു പ്ലാന്റ് കൂടിയാണ്. വർഷങ്ങൾ കൊണ്ടൊക്കെയാണ് നമ്മൾ ഗ്രൗണ്ടിൽ വെച്ച് കഴിയുമ്പോൾ ട്രീ ആയി മാറുന്നത്. അടുത്തായിട്ട് വരുന്നത് അകത്തിച്ചീരയാണ്. സീഡ് മുളപ്പിച്ച പ്ലാന്റ്സുകളാണ്. 70 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ശംഖുപുഷ്പത്തിൻ്റെയൊക്കെ ഷേപ്പിലുള്ള ഒരു ഫ്ലവറുകളാണ് ഇതിലുണ്ടാകുന്നത്. ഈ ഒരു സൈസ് പ്ലാന്റിനാണ് 70 രൂപ വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് റെഡ് ജാക്കോബിന പ്ലാന്റ് ആണ്. കട്ടിങ്സ് ഉപയോഗിച്ചാണ് പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ഒരു സൈസിലുള്ള വെൽ റൂട്ടഡ് പ്ലാന്റുകളാണ്. നെക്സ്റ്റ് വൺ വരുന്നത് നൺ ഓർക്കിഡാണ്. നൺ ഓർക്കിഡിൻ്റെ ഈ ഒരു ഷെയ്ഡ് മാത്രമാണ് കേട്ടോ നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. ചില കസ്റ്റമേഴ്സൊക്കെ ചോദിക്കാറുണ്ട് വേറെ കളേഴ്സും നിങ്ങളുടെ കയ്യിലുണ്ടോ എന്നുള്ളത്. ഈ ഒരു കളർ മാത്രമാണ് ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളൂ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും അയച്ചു തരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് വെറോണിക്കയുടെ തന്നെ ബ്ലൂ ഷെയ്ഡാണ്. നമ്മളൊരു പർപ്പിൾ ഷെയ്ഡ് എന്നൊക്കെ പറയാം. അതിന് ഒരു 110 രൂപ തന്നെയാണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് അയക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് കലാത്തിയ ലൂട്ടിയ. 120 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അത്യാവശ്യം ഹെൽത്തിയായ മെച്ചുറായി തുടങ്ങിയ പ്ലാന്റ് തന്നെയാണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും. ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് കൂടിയാണ് കലാത്തിയ ലൂട്ടിയ. അടുത്തതായിട്ട് വരുന്നത് വെരിഗേറ്റഡ് ഐവി പ്ലാന്റ് ആണ് കേട്ടോ. ഇംഗ്ലീഷ് ഐവിയുടെ തന്നെ വാക്സ് ഐവി അല്ല, ഇംഗ്ലീഷ് ഐവിയുടെ വെരിഗേറ്റഡ് യെല്ലോ വെരിഗേഷൻ വരുന്നതാണ്. ഇതിനെ നമുക്ക് ഒരു ഗ്രൗണ്ട് കവറിങ് ആയിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും വാൾ ക്രീപ്പറായിട്ടും ഉപയോഗിക്കാൻ പറ്റിയൊരു പ്ലാന്റ് ആണ്. ഈ സൈസിലുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു തരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ബുഹീനിയ പ്ലാന്റ് ആണ്. ബുഹീനിയ കോക്സീനിയ ഒരു ക്രീപ്പർ വെറൈറ്റിയാണ്. കുറച്ച് സമയങ്ങൾ കൊണ്ടാണ് ഇത് ക്രീപ്പർ ആവുന്നത്. ഒരുപാട് പെട്ടെന്ന് തന്നെ ക്രീപ്പ് ചെയ്ത് പോകുന്ന പ്ലാന്റ് അല്ല. ഈ ഒരു സൈസിൽ നല്ല മെച്ചുറായ പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് വെരിഗേറ്റഡ് ലെമൺ ആണ്. ഈ വെരിഗേറ്റഡ് ലെമൺ എന്ന് പറയുന്നത് ശരിക്കും ബുഷ് ഓറഞ്ചിൻ്റെ വെരിഗേറ്റഡ് ആണ്. ഇത് ലെമൺ അല്ല, ഓറഞ്ചാണ്. പക്ഷെ നല്ല പുളിയായിരിക്കും, മധുരം ഉണ്ടായിരിക്കില്ല. എന്നാൽ നമുക്കിത് വെള്ളം കലക്കുന്നതിനും അങ്ങനെ ലെമണിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അടുത്തായിട്ട് വരുന്നത് മിനിയേച്ചർ അലമാണ്ടയാണ്. മിനിയേച്ചർ അലമാണ്ടേൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റിന് 50 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇത് ക്രീപ്പർ അല്ല, കുറ്റിച്ചെടിയാണ്. അടുത്തായിട്ട് ഇസ്രായേൽ ഫിഗ് ആണ്. ഇസ്രായേൽ ഫിഗിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 180 രൂപയാണ് കേട്ടോ. ഇത് ലെയർ ചെയ്ത പ്ലാന്റ്സുകളാണ് വരുന്നത്. ചിലതൊക്കെ കായായി തുടങ്ങിയ പ്ലാന്റ്സ് ആയിരുന്നു. ഇപ്പോൾ മഴ കാരണം ചെറുതായിട്ടൊന്ന് ലീഫ് കൊഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് വൺ വരുന്നത് വെരിഗേറ്റഡ് അലമാണ്ടയാണ്. വെരിഗേറ്റഡ് അലമാണ്ട ശരിക്കും മിനിയേച്ചർ ടൈപ്പാണ്. കുറ്റിച്ചെടിയായി നിന്നുകൊണ്ട് തന്നെ നിറഞ്ഞു പൂക്കളുണ്ടാകുന്നൊരു വെറൈറ്റിയാണ്. അടുത്തായിട്ട് ഗാർലിക് വൈൻ ആണ്. ഗാർലിക് വൈൻ ക്രീപ്പറായിട്ടും കുറ്റിച്ചെടിയായിട്ടും വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് കൂടിയാണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സിനാണ് 50 രൂപ പ്രൈസ് വരുന്നത്. അടുത്തായിട്ട് ഒലീവ് പ്ലാന്റ് ആണ്. ഒലീവിൻ്റെ ലെയർ ചെയ്ത പ്ലാന്റ് ആണ്. 2 വർഷത്തോളമൊക്കെ പഴക്കം എത്തിയ പ്ലാന്റ്സ് ആണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളായിരിക്കും നിങ്ങൾക്ക് 180 രൂപയ്ക്ക് ലഭിക്കുന്നത്. അടുത്തായിട്ട് മർമലേഡ് ബുഷാണ് കേട്ടോ. മർമലേഡ് ബുഷിനെ ഫയർ ബുഷ് എന്ന പേരിലും അറിയപ്പെടുന്നു. നല്ല ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ച് വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് ആണ്. അല്പം സെൻസിറ്റീവ് ആണ്. നന്നായി കെയർ ചെയ്യേണ്ട ഒരു പ്ലാന്റ് ആണ്. നമ്മൾ ഫസ്റ്റ് കിട്ടിയ ഉടൻ തന്നെ ഡയറക്റ്റ് സൺലൈറ്റിലേക്ക് മാറ്റരുത്. നിങ്ങളുടെ ഒരു ക്ലൈമറ്റിൽ പിടിച്ച ശേഷം മാത്രം അതിന് ആ ഒരു ഡയറക്റ്റ് സൺലൈറ്റിലേക്ക് മാറ്റുക. അടുത്തായിട്ട് വെരിഗേറ്റഡ് ഗാർഡീനിയാണ്. വെരിഗേറ്റഡ് ഗാർഡീനിയയുടെ പ്രൈസ് വരുന്നത് 80 രൂപയാണ്. ഈ ഒരു സൈസിൽ അത്യാവശ്യം ബുഷിയായി നിൽക്കുന്ന പ്ലാന്റ്സുകൾ തന്നെയാണ് അയച്ചു തരുന്നത്. ഇതിൻ്റെ ആ ഒരു ലീഫ് കണ്ടില്ലേ, നല്ല വെരിഗേഷനോട് കൂടി ലീഫാണ്. ഫ്ലവർ സെയിം ആയിരിക്കും. അടുത്തായിട്ട് സിംഗിൾ പെറ്റൽ അസാലിയാണ്. സിംഗിൾ പെറ്റൽ അസാലിയുടെ ഒരു ടൈപ്പ് മാത്രമാണ് നമ്മളെടുത്തിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു പിങ്ക് ഷെയ്ഡാണ്. 90 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളായിരിക്കും അയച്ചു തരുന്നത്. അടുത്തായിട്ട് വരുന്നത് വൈറ്റ് ലെഗസ്ട്രോമിയ പ്ലാന്റ് ആണ്. 3 കളേഴ്സ് നമ്മളെടുത്ത് അവൈലബിൾ ആണ്.
വൈറ്റിൻ്റെ പ്രൈസ് വരുന്നത് 120 രൂപയാണ് കേട്ടോ. അടുത്തായിട്ട് പെറ്റൂണിയാണ്, നാടൻ ഡബിൾ പെറ്റൽ പെറ്റൂണിയാണ്. പെറ്റൂണി അതുപോലെ ഈ ഒരു ഷെയ്ഡ് മാത്രമേ ഇപ്പോൾ നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളൂ. കട്ടിങ്സ് ഉപയോഗിച്ച് പിടിപ്പിച്ച പ്ലാന്റ്സുകളാണ്. അത്യാവശ്യം കെയർ ചെയ്യേണ്ട ഒരു പ്ലാന്റാണ് പെറ്റൂണിയ, നിങ്ങൾക്കറിയാലോ. ഓവർ വാട്ടറിങ് ആവാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നെക്സ്റ്റ് വൺ ജസ്റ്റീഷ്യ പ്ലാന്റ് ആണ്. എന്നും പൂക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു കുറ്റിച്ചെടിയാണ് ജസ്റ്റീഷ്യ പ്ലാന്റ്. 50 രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. കട്ടിങ്സ് ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കാം. അടുത്തായിട്ട് സെൻറ്റ് ജോൺസ് വോർട്ട്, യെല്ലോ മെലസ്ട്രോമ എന്നാണ് കോമൺ ആയിട്ട് ഈ പ്ലാന്റ്സിനെ വിളിക്കുന്നത്. ഇതിൻ്റെ തണ്ടുകൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വളരെ നേർത്ത തണ്ടുകളാണ്. പ്ലാന്റ്സ് കിട്ടിക്കഴിയുമ്പോൾ ആരും കംപ്ലൈൻറ്റ് പറയാതിരിക്കാൻ പറഞ്ഞതാണ്. അടുത്തതായിട്ട് ഡേ ലില്ലിയാണ്. എന്നും പൂക്കളുണ്ടാകുന്ന ഒരു ലില്ലി വെറൈറ്റിയാണ് ഡേ ലില്ലി. ഇതിൻ്റെ 2 ഷെയ്ഡാണ് അവൈലബിൾ. ഓറഞ്ചാണ് നമ്മൾ ഈ ഒരു ഓഫറിൽ ഉൾപ്പെടുത്തിയത്. നെക്സ്റ്റ് വൺ വരുന്നത് ഡബിൾ പെറ്റൽ അലമാണ്ടയാണ്. യെല്ലോ ഷെയ്ഡിലുള്ള ഡബിൾ പെറ്റൽ അലമാണ്ട. ഈ ഒരു സൈസ് പ്ലാന്റിന് 120 രൂപയാണ് പ്രൈസ് വരുന്നത്. അടുത്തതായിട്ട് മെക്സിക്കൻ ഫ്ലെയിം വൈനാണ്. ഈ ഒരു ക്രീപ്പറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് മെച്ചുറാവാതെ ചെറിയ പ്ലാന്റ്സുകളിൽ തന്നെ പെട്ടെന്ന് പൂക്കളുണ്ടാകുന്നൊരു ക്രീപ്പർ വെറൈറ്റിയാണ്. അടുത്തായിട്ട് ട്രംപറ്റ് വൈനാണ്. ട്രംപറ്റ് വൈൻ വർഷത്തിൽ 1 തവണ മാത്രമാണ് പൂക്കളുണ്ടാകുന്നത്. എന്നാൽ പൂക്കൾ ഉണ്ടാകുന്ന സമയത്ത് ഇല കാണാതെ നിറഞ്ഞ് പൂക്കളുണ്ടാകുന്നു. ഒരു സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ക്രീപ്പ് ചെയ്ത് പോകുന്ന പ്ലാന്റ് കൂടിയാണ് ട്രംപറ്റ് വൈൻ. അടുത്തതായിട്ട് ഗാർഡിനിയ പ്ലാന്റാണ്. ഹൈബ്രിഡ് വെറൈറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഹൈറ്റ് വെച്ച് പോവാതെ പെട്ടെന്ന് തന്നെ പൂക്കളുണ്ടാവുകയും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ വരുന്നത് നാനോക്ക് പ്ലാന്റാണ്. നാനോക്ക് നല്ല വെളിച്ചമുള്ള ഭാഗത്ത് വെക്കുമ്പോഴാണ് നല്ല ആ ഒരു കളർ ഷെയ്ഡ് ലഭിക്കുന്നത്. ജിഫി പ്ലാന്റ്സ് ആണ് അയച്ചു തരുന്നത്. അടുത്തായിട്ട് ഗോൾഡൻ സൈപ്രസ് ആണ്. ഗോൾഡൻ സൈപ്രസിൻ്റെ കട്ടിങ്സ് പിടിപ്പിച്ച നല്ല റൂട്ടഡ് പ്ലാന്റ് ആണ് അയക്കുന്നത്. ഈ ഒരു സൈസ് പ്ലാന്റ്സിനാണ് 50 രൂപ പ്രൈസ് വരുന്നത്. അടുത്തായിട്ട് അമേരിക്കൻ ഹോളിയാണ്. ഇതിൻ്റെ ലീഫ് കാണാനും നല്ല ഭംഗിയാണ്. പിന്നെ ഇതിൽ ബെറി പോലൊരു ഫ്രൂട്ട്സുകൾ, ഒരു കായ ഉണ്ടാകുന്നുണ്ട്. അത് കഴിക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. ഭംഗിക്ക് വെക്കുന്നതാണ്. ഇതിന് 100 രൂപയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ്. അടുത്തായിട്ട് വൈറ്റ് ചെമ്പകമാണ് കേട്ടോ. വൈറ്റ് ചെമ്പകത്തിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റിയാണ്. സീഡ് മുളപ്പിച്ച പ്ലാന്റ്സ് ആണ്. ഗ്രാഫ്റ്റഡ് അല്ല, ലെയർ പ്ലാന്റും അല്ല. 100 രൂപയാണ് പ്രൈസ്. നെക്സ്റ്റ് വൺ വരുന്നത് തമ്പർജിയ കോക്സീനിയ. തമ്പർജിയ കോക്സീനിയ അതുപോലെ തന്നെ എല്ലാ സമയത്തും പൂക്കൾ ഉണ്ടാകുന്നൊരു ക്രീപ്പർ വെറൈറ്റിയാണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 50 രൂപ പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് വയലറ്റ് ജാസ്മിൻ ആണ്. സൂഡ്രാന്തിമം ഫാമിലിയിൽപ്പെട്ടൊരു പ്ലാന്റാണിത്. കട്ടിങ്സ് ഉപയോഗിച്ച് നമുക്ക് പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നു. അടുത്തായിട്ട് ഓറഞ്ച് കനകാംബരാണ്. ഹൈബ്രിഡ് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഹൈറ്റൊന്നും വെച്ച് പോവാതെ കുറ്റിച്ചെടിയായി നിന്ന് നമ്മൾ അയച്ചു തരുന്ന പ്ലാന്റ്സിൽ പോലും ചിലതിലൊക്കെ പൂക്കളായിട്ടുണ്ട്. അത്രയും ചെറിയ പ്ലാന്റ്സുകളിൽ തന്നെ എപ്പോഴും പൂക്കളുണ്ടാകുന്നൊരു വെറൈറ്റിയാണ്. നെക്സ്റ്റ് വൺ സാൻഡൽ കളർ, യെല്ലോ ചെമ്പകട്ടോ. യെല്ലോയും സാൻഡലും മിക്സ് ആയിട്ടുള്ളൊരു കളറാണ്. ഇതും ഹൈബ്രിഡാണ്. എന്നാൽ സീഡ് മുളപ്പിച്ച പ്ലാന്റ്സുകളാണ്. അത്യാവശ്യം വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ. തീരെ ചെറിയ പ്ലാന്റ്സ് അല്ല. 1.5-2 അടിയോളൊക്കെ ഹൈറ്റുള്ള പ്ലാന്റാണ്. അടുത്തായിട്ട് ഹണിസക്കിളാണ്. ശരിക്കും ക്രീപ്പറുകളുടെ, നമ്മളുടെ ക്രീപ്പർ വെറൈറ്റീസിൻ്റെ രാജ്ഞി എന്ന് പറയാം. അത്രയും ഭംഗിയുള്ളൊരു പ്ലാന്റാണിത്. അടുത്തതായിട്ട് ബിഗ്നോണിയ ക്രീപ്പറാണ്. ഇതൊരു ഹാർഡി വെറൈറ്റിയാണ്. ഒരുപാട് പടർന്ന് പന്തലിച്ച് ക്രീപ്പ് ചെയ്ത് പോകുന്നൊരു വെറൈറ്റി അല്ല. പെട്രിയൊക്കെ പോലെ കുറ്റിച്ചെടിയായി നിന്നിട്ടും വള്ളിയായി വീശിയിട്ടും പൂക്കളുണ്ടാകുന്നൊരു പ്ലാന്റ് കൂടിയാണ് ബിഗ്നോണിയ പ്ലാന്റ്. നെക്സ്റ്റ് വൺ വരുന്നത് നന്ദ്യാർ വട്ടമാണ്. നന്ദ്യാർ വട്ടത്തിൻ്റെ മൾട്ടി പെറ്റലാണ് കേട്ടോ, സിംഗിൾ പെറ്റലല്ല. ഈ ഒരു സൈസ് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 50 രൂപയാണ്. അടുത്തായിട്ട് വരുന്നത് വാട്ടർ ബാമ്പു. വാട്ടർ ബാമ്പു ഇതുപോലെ ബോർഡർ പ്ലാന്റ് ആയിട്ടും ഒരു ഹാഫ് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഫുൾ ഡയറക്റ്റ് സൺലൈറ്റിലൊക്കെ വെച്ച് വളർത്താൻ പറ്റിയൊരു പ്ലാന്റാണ്. അടുത്തായിട്ട് ചൈനീസ് ഹാറ്റാണ്. ചൈനീസ് ഹാറ്റിൻ്റെ റെഡ് ഷെയ്ഡാണ്. യെല്ലോയും കുറച്ച് പ്ലാന്റ്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഈ ഓഫറിൽ റെഡ് മാത്രമാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ബ്ലാക്ക് ലില്ലിയാണ്. ഈ ലില്ലി ബ്ലാക്ക് ലില്ലി എന്നറിയപ്പെടുന്നത് ഇതിൻ്റെ ലീഫുകൾ ബ്ലാക്ക് ഷെയ്ഡിലും ഫ്ലവർ നല്ല പിങ്ക് ഷെയ്ഡിലുമാണ് ഉണ്ടാകുന്നത്. ബ്ലാക്ക് ലില്ലിയിൽ എല്ലാ സമയങ്ങളിലും, ക്ലൈമറ്റ് ചേഞ്ചിനനുസരിച്ചൊന്നുമില്ല, എല്ലാ സമയത്തും പൂക്കളുണ്ടാവുകയും ചെയ്യുന്നു. അടുത്തായിട്ട് വരുന്നത് വൈറ്റ് ക്യാൻഡിലാണ്. വൈറ്റ് ക്യാൻഡിൽ നമ്മുടെ ലോലിപോപ്പിൻ്റെ ഒക്കെ ഒരു ഫാമിലിയിൽപ്പെട്ട പ്ലാന്റാണ്. എല്ലാ സമയത്തും ഈ കുറ്റിച്ചെടിയിൽ പൂക്കളുണ്ടാവാറുണ്ട്. അടുത്തായിട്ട് ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ ഒരു ഡബിൾ ഷെയ്ഡ് വരുന്ന വെറൈറ്റിയാണ് കേട്ടോ. യെല്ലോ ആൻഡ് പർപ്പിൾ ഷെയ്ഡാണ്. ചെറിയ പ്ലാന്റ്സുകളാണ് 50 രൂപയ്ക്ക് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അടുത്തായിട്ട് ബ്രൈഡഡ് പാച്ചറയാണ്. പാച്ചറയുടെ ഈ സൈസിലുള്ള പ്ലാന്റിനാണ് 690 രൂപ പ്രൈസ് വരുന്നത്.
നെക്സ്റ്റ് വൺ വരുന്നത് ബുഷ് ഓറഞ്ചാണ്. 70 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. കൂടുതൽ പ്ലാന്റ്സുകളും മൊട്ടും ഫ്രൂട്ടും ഒക്കെ ആയി തുടങ്ങിയ പ്ലാന്റ്സ് തന്നെയാണ്. ഇപ്പോൾ മഴ കാരണം ലീഫ് ചെറുതായിട്ടൊന്ന് കൊഴിഞ്ഞിട്ടുണ്ടെങ്കിലും നല്ല ഹെൽത്തി പ്ലാന്റ്സുകൾ തന്നെയാണ് കേട്ടോ. അടുത്തായിട്ട് വരുന്നത് ഡോഫ് മധുമാലതിയാണ്. മധുമാലതിയുടെ 2 വെറൈറ്റീസ് നമ്മളെടുത്ത് അവൈലബിൾ ആണ്, ഹൈബ്രിഡും ഡോഫും. ഈ ഡ്വാഫ് മധുമാലതിയുടെ നല്ല ബുഷിയായ പ്ലാന്റ്സ് ആണ്. അധിക പ്ലാന്റ്സും പൂക്കളോ മൊട്ടോ ഒക്കെ ഉള്ള പ്ലാന്റുകൾ തന്നെയാണ്. ഈ ഒരു സൈസ് പ്ലാന്റിനാണ് 80 രൂപ പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ബ്രെയിനിയ പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് അല്ല, ലീഫി പ്ലാന്റ് ആണ്. എന്നാൽ പൂക്കളെക്കാളും ഭംഗിയുള്ള ലീഫുകളാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ചെറുതായിട്ട് മുള്ളുകൾ ഇതിൻ്റെ ലീഫിൽ കാണാറുണ്ട്. ഏത് ഷേപ്പിൽ വേണേലും വെട്ടി നിർത്താനായിട്ടും സാധിക്കും. അടുത്തായിട്ട് പിങ്ക് ബ്ലീഡിംഗ് ഹെർട്ടാണ്. ബ്ലീഡിംഗ് ഹെർട്ടിൻ്റെ 2 വെറൈറ്റീസ് ഉണ്ട്, പിങ്കും വൈറ്റും. ഈ പിങ്ക് ഷെയ്ഡിൻ്റെ പ്രൈസ് വരുന്നത് 50 രൂപയാണ് കേട്ടോ. ഇത് ക്രീപ്പറായിട്ടും കുറ്റിച്ചെടിയായിട്ടും വളർത്താം. അടുത്തായിട്ട് ഓർക്കിഡ് റോസ് ആണ്. ഓർക്കിഡ് റോസിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ. എല്ലാവരും വീട്ടിൽ വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു റോസ് വെറൈറ്റിയാണിത്. മുള്ളുകൾ ഉണ്ടാവില്ല, എന്നാൽ എല്ലാ സമയത്തും പൂക്കളുണ്ടാകും. ഇടയ്ക്കൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ഒരു പരിചരണ രീതി വരുന്നത്. പിന്നെ റോസിന് നോർമലി നമ്മൾ ചെയ്യുന്ന ഫെർട്ടിലൈസേഴ്സൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ നല്ലതാണ്. അടുത്തായിട്ട് വരുന്നത് ഡബിൾ പെറ്റൽ സ്നോ റോസ് ആണ്. ഈ ഒരു സൈസ് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 60 രൂപയാണ് കേട്ടോ. അടുത്തായിട്ട് വെരിഗേറ്റഡ് പെഡിലാന്തസ് ആണ്. ഇതുപോലെ ഹാങ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. ഒരു ഹാഫ് ഇറ്റോറായിട്ട് വളർത്തുന്നത് നല്ലതാണ്, എന്നാൽ നല്ല വെളിച്ചമുള്ള ഭാഗത്തായിരിക്കണം വെക്കേണ്ടത്. അടുത്തായിട്ട് വരുന്നത് ഗോൾഡൻ ഗാർഡീനിയാണ്. ഗാർഡീനിയയുടെ തന്നെ ഫാമിലിയിൽപ്പെട്ടൊരു പ്ലാന്റാണ്. നല്ല സുഗന്ധമുള്ള പ്ലാന്റാണ്. ഇതിൻ്റെ ഈ ഒരു കളർ ഷെയ്ഡ് കാരണം സൺഡേ മൺഡേ എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. വൈറ്റ്, ഓഫ് വൈറ്റ്, ഒരു ഗോൾഡൻ ഷെയ്ഡ്, ഇങ്ങനെ 3 കളറിലാണ് ഇതിൻ്റെ പൂക്കൾ ഉണ്ടാകുന്നത്. അടുത്തായിട്ട് എലിയോ കാർപ്പസ്, ജിംകി കമൽ എന്ന പേരിലൊക്കെ ഈ പ്ലാന്റ് അറിയപ്പെടുന്നുണ്ട്. ഇതൊരു ഹാർഡി പ്ലാന്റ് ആണ്. കട്ടിങ്സ് ഉപയോഗിച്ച് പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അടുത്തായിട്ട് വൈറ്റ് ബ്ലീഡിംഗ് ഹെർട്ടാണ്. 50 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. മിക്കവാറും പ്ലാന്റ്സൊക്കെ പൂക്കളായി തുടങ്ങിയ പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ. ഇതാണ് പ്ലാന്റ് സൈസ്. അടുത്തായിട്ട് വരുന്നത് കമേലിയയുടെ ജപ്പോണിക്ക എന്നൊരു വെറൈറ്റിയാണ്. ഇതുപോലെ 365 ദിവസവും ഫ്ലവർ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഈ ജപ്പോണിക്ക. കമേലിയയിൽ എല്ലാ സമയത്തും ഉണ്ടാവും, പക്ഷേ ജപ്പോണിക്കയിൽ പ്രത്യേകിച്ചാണ്. ഏത് ക്ലൈമറ്റിലായാലും നല്ല ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ച് വളർത്തുകയും ചെയ്യാം. ഈ ഒരു സൈസ് പ്ലാന്റിനാണ് 550 രൂപ പ്രൈസ് വരുന്നത്. ഇത് വേര് പിടിച്ച് കിട്ടാൻ കുറച്ച് താമസമാണ്, എന്നാലും എല്ലാ സമയത്തും പൂക്കളുണ്ടാകുന്നു. അടുത്തായിട്ട് ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ്. ബട്ടർഫ്ലൈ പ്ലാന്റിനെ നല്ല വെളിച്ചമുള്ള വെയിലുള്ള ഭാഗത്ത് വെക്കുമ്പോഴാണ് ഈ ഒരു കറക്റ്റ് കളർ ഷെയ്ഡ് ലഭിക്കുന്നത്. അടുത്തായിട്ട് ബ്ലൂ പ്ലംബോഗോയാണ്. 50 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. നീലക്കൊടുവേലി എന്ന പേരിലാണ് ഇത് കോമൺ ആയിട്ട് അറിയപ്പെടുന്നത്. ഈ പ്ലാന്റ് വെക്കുന്നിടത്ത് നമ്മുടെ വീടുകളിലൊക്കെ വെച്ചാൽ നല്ലതാണെന്നാണ് പഴയ ആളുകൾ പറയുന്നത്. അടുത്തായിട്ട് വൈറ്റ് ഡേസിയാണ്. മൾട്ടി പെറ്റൽ പൂക്കളുണ്ടാകുന്ന പ്ലാന്റാണിത്. ഈ ഒരു സൈസ് പ്ലാന്റാണ് 50 രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അടുത്തായിട്ട് വരുന്നത് മ്യൂസിക്കൽ നോട്ടാണ്. ഹണിസക്കിളിൻ്റെയൊക്കെ ഒരു ഫാമിലിയിൽപ്പെട്ട പ്ലാന്റാണ്. ഹാർഡി വെറൈറ്റിയാണ്. എല്ലാ സമയത്തും തന്നെ പൂക്കൾ ഉണ്ടാകുകയും ചെയ്യുന്നു. ഡയറക്റ്റ് സൺലൈറ്റിലായാലും അല്പം ഷെയ്ഡിലായാലും ഒക്കെ വെച്ച് വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് കൂടിയാണ് മ്യൂസിക്കൽ നോട്ട്. അടുത്തായിട്ട് വരുന്നത് റിപ്സാലിസ് പ്ലാന്റ് ആണ് കേട്ടോ. റിപ്സാലിസിൻ്റെ 2 സൈസ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജിഫി പ്ലാന്റ്സിനാണെങ്കിൽ 60 രൂപയാണ് പ്രൈസ് വരുന്നത്. ഈ ഒരു സൈസിൽ ജിഫിയിൽ വേര് പിടിപ്പിച്ച പ്ലാന്റ്സുകളാണ് അയക്കുക. അടുത്തായിട്ട് അരിനെല്ലിയാണ് കേട്ടോ. എല്ലാ സമയങ്ങളിലും നിറഞ്ഞ കായായിരിക്കും. ഒരു സെക്ഷൻ കായ കഴിയുമ്പോഴേക്കും അടുത്തത് പൂക്കളായി തുടങ്ങിയിട്ടുണ്ടാകും. ഈ ഒരു ഫ്രൂട്ടിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 70 രൂപയാണ്. അടുത്തായിട്ട് വെരിഗേറ്റഡ് തമ്പർജിയ കോക്സീനിയ. തമ്പർജിയയുടെ പൂക്കൾ പോലെ തന്നെ സെയിം ഫ്ലവറാണ്, എന്നാൽ ലീഫുകൾ വെരിഗേറ്റഡ് ആയിരിക്കും. 60 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. അടുത്തായിട്ട് പർപ്പിൾ പാഷനാണ്. ഇതൊരു ഹാഫ് ഇൻഡോർ ആയിട്ട് വളർത്താൻ പറ്റിയൊരു പ്ലാന്റാണ്. സ്റ്റാൻഡ് പോട്ടിലും ഹാങ്ങിങ് പോട്ടിലും ഒക്കെ വളർത്താനായിട്ട് സാധിക്കും. ഓവർ വാട്ടറിങ് ആവാതെ ശ്രദ്ധിക്കണം. അടുത്തായിട്ട് പിങ്ക് ഇക്സോറയാണ്. പിങ്ക് ഇക്സോറയുടെ ഹൈബ്രിഡ് ടൈപ്പ് അല്ല, നാടൻ വെറൈറ്റി തന്നെയാണ്. വലിയ പൂക്കളായിരിക്കും. ഇതിൻ്റെ ലീഫുകളും കുറച്ച് വലിയ ലീഫുകൾ തന്നെയാണ്. അടുത്തായിട്ട് വരുന്നത് വൈറ്റ് തമ്പർജിയ ഇറക്റ്റ. തമ്പർജിയ ഇറക്റ്റേൻ്റെ 2 വെറൈറ്റീസാണ് ഉള്ളത്, ബ്ലൂവും വൈറ്റും. വൈറ്റിൻ്റെ പൂക്കൾ കാണുമ്പോൾ പെട്ടെന്ന് മാൻഡിവില്ലയുടെ ഒക്കെ ഒരു ഫ്ലവറിനോട് സാദൃശ്യമുള്ള, മാൻഡിവില്ലയുടെ അലമാണ്ടയുടെ ഒക്കെ ഫ്ലവറിനോട് സാദൃശ്യമുള്ള ഒരു പൂക്കളാണ് ഇതിലുണ്ടാകുന്നത്. കുറ്റിച്ചെടിയായി നിന്ന് എല്ലാ സമയത്തും പൂക്കളുണ്ടാകുകയും ചെയ്യും. അടുത്തായിട്ട് ഓറഞ്ച് ഇക്സോറ.
ഓറഞ്ച് ഇക്സോറ പ്ലാന്റ് പണ്ട് കാലം മുതലേ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത് നഴ്സറികളിൽ പോലും അങ്ങനെ കൂടുതലായിട്ട് കാണാറില്ല. എല്ലാ സമയത്തും പൂക്കൾ ഉണ്ടാകുന്നൊരു ഹാർഡി വെറൈറ്റി പ്ലാന്റ് കൂടിയാണിത്. അടുത്തായിട്ട് ഹിബിസ്കസ് ചിലീഷ്യസ് എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റാണ്. ഇത് ഹിബിസ്കസിൻ്റെ ഫാമിലിയിൽപ്പെട്ട പ്ലാന്റാണ്. എന്നാൽ ഫ്ലവറിന് മാത്രമേ ഹിബിസ്കസിനോട് സാദൃശ്യമുള്ളൂ. ലീഫൊക്കെ വളരെ ഡിഫറെൻ്റ് ആണ്. ഒരു വെൽവെറ്റ് ടെക്സ്ചറിലേക്ക് വരുന്ന ലീഫുകളാണ് ഇതിന് ഉള്ളത്. നെക്സ്റ്റ് വൺ വരുന്നത് വൈറ്റ് ബേർഡ് ഓഫ് പാരഡൈസ് ആണ്. 150 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. വൈറ്റ് ആൻഡ് ബ്ലൂ ഷെയ്ഡിലാണ് ഈ വൈറ്റ് ബേർഡ് ഓഫ് പാരഡൈസിൻ്റെ ഫ്ലവർ കാണപ്പെടുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളായിരിക്കും അയച്ചു തരുന്നത്. ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും വളർത്താനായിട്ട് സാധിക്കും. അടുത്തായിട്ട് ടെക്കോമ ക്യാപ്പൻസിസ്. ടെക്കോമ ക്യാപ്പൻസിസ് ഒരു കുറ്റിച്ചെടിയാണ്. എന്നാൽ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കാതെ ഒരു സപ്പോർട്ടോ കൊടുത്ത് നിർത്തിയാൽ കുറച്ചൊക്കെ ഒന്ന് ക്രീപ്പ് ചെയ്ത് പോവുകയും ചെയ്യും. അടുത്തായിട്ട് ഓറഞ്ച് ബേർഡ് ഓഫ് പാരഡൈസ് ആണ്. 160 രൂപയാണ് ഓറഞ്ച് ബേർഡ് ഓഫ് പാരഡൈസിൻ്റെ പ്രൈസ് വരുന്നത്. വൈറ്റിന് മാത്രമാണ് 180 രൂപ. രണ്ടും ഏകദേശം ഒരേ സൈസിലുള്ള പ്ലാന്റ്സുകൾ തന്നെയാണ് കേട്ടോ അയക്കുന്നത്. അടുത്തായിട്ട് വരുന്നത് കക്കാട മുല്ലയാണ്. കക്കാട മുല്ലയുടെ നല്ല വെൽ മെച്ചറായിട്ടുള്ള പ്ലാന്റ്സുകളാണ്. ഇപ്പോൾ നല്ല മഴയായതുകൊണ്ട് തന്നെ പൂക്കൾ കുറച്ച് കുറവാണ്. നല്ല ബുഷിയായിട്ട് നിന്ന് ഫുൾ ഫ്ലവറായ പ്ലാന്റ്സുകളാണ് നമ്മൾ അയച്ചു തന്നിരുന്നത്. അടുത്തായിട്ട് പിങ്ക് കമേലിയാണ്. കമേലയുടെ പ്രൈസ് വരുന്നത് 170 രൂപയാണ്. ഇത് നോർമൽ വെറൈറ്റീസ്, എന്നാൽ എല്ലാം തന്നെ നല്ല മൾട്ടി പെറ്റൽ പൂക്കളുണ്ടാകുന്ന വെറൈറ്റീസാണ് കേട്ടോ. അടുത്തായിട്ട് വരുന്നത് റിബൺ ബുഷാണ്. റിബൺ ബുഷ് ശരിക്കും ഒരു ഔഷധ ചെടി കൂടിയാണ്. ഇൻഡോർ ആയിട്ടും വളർത്താനായിട്ട് സാധിക്കും. പഴുതാര ചെടി എന്ന പേരിലും ഈ പ്ലാന്റ് അറിയപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് വൺ വരുന്നത് പിങ്ക് ജാസ്മിനാണ്. നിറഞ്ഞ പൂക്കളുണ്ടാകുന്ന ഒരു ക്രീപ്പർ വെറൈറ്റിയാണ് പിങ്ക് ജാസ്മിൻ. അല്പം മെച്ചറായ ശേഷമാണ് പൂക്കളുണ്ടാകുന്നത്. എന്നാൽ എല്ലാ സമയത്തും ഇതിൽ പൂക്കളുണ്ടായി കാണുന്നുണ്ട്. അടുത്തായിട്ട് വരുന്നത് ജെയ്ഡ് പ്ലാന്റ് ആണ്. ഇതും അതുപോലെ തന്നെ ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് ആണ്. നല്ല ഡയറക്റ്റ് സൺലൈറ്റിലും വെച്ച് വളർത്താനായിട്ട് സാധിക്കും. ബോൺസായി ആക്കാനും സാധിക്കും. അടുത്തായിട്ട് കമേലിയയുടെ തന്നെ റെഡ് ആൻഡ് വൈറ്റ് ഷെയ്ഡിലുള്ളൊരു വെറൈറ്റിയാണ്. ഇതും മൾട്ടി പെറ്റൽ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റി തന്നെയാണ് കേട്ടോ. 170 രൂപയാണ് ഇതിൻ്റെയും പ്രൈസ് വരുന്നത്. ഇവയുടെ 5 പ്ലാന്റ്സിൻ്റെ കോംബോ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും നമ്മളെടുത്ത് അവൈലബിൾ ആണ്. അടുത്തായിട്ട് കുറ്റിമുല്ലയാണ്. ഒരുപാട് പടർന്നു കയറി പോവാതെ കുറ്റിയായി നിന്നുകൊണ്ട് എല്ലാ സമയത്തും പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണിത്. ഈ കുറ്റിമുല്ലയുടെ പ്രൈസ് വരുന്നത് 50 രൂപയാണ് കേട്ടോ. അടുത്തായിട്ട് പാരിജാതം പ്ലാന്റ് ആണ്. ഫസ്റ്റ് മുതലേ ഒരുപാട് കസ്റ്റമേഴ്സ് ആവശ്യപ്പെട്ടിരുന്ന ഒരു പ്ലാന്റാണ് ഈ പാരിജാതം പ്ലാന്റ്. 180 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അത്യാവശ്യം വലിയ ഹെൽത്തി ആയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഈ 180 രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അടുത്തായിട്ട് കാസിബൈ ഫ്ലോറ. കുറ്റിച്ചെടിയായി നിന്ന് എല്ലാ സമയത്തും പൂക്കൾ തരുന്നൊരു പ്ലാന്റ് തന്നെയാണ് കാസിബൈ ഫ്ലോറ. 100 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അടുത്തായിട്ട് എൽഡബെറി സാമ്പക്കസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ വെള്ള നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണ്. ഈ ഒരു സൈസ് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 120 രൂപയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ടൈഗർ അബൂട്ട്ലോണാണ്. ടൈഗർ അബൂട്ട്ലോണിൻ്റെ നല്ല വലിയ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റിയാണ്. ഈ ഒരു സൈസിൽ പൂക്കളും മൊട്ടൊക്കെ ആയി നിൽക്കുന്ന പ്ലാന്റ്സ് തന്നെയാണ് നിങ്ങൾക്ക് 120 രൂപയ്ക്ക് അയച്ചു തരുന്നത്. തീരെ ചെറിയ പ്ലാന്റ്സുകളല്ല. അടുത്തായിട്ട് ബ്രൺഫെൽസിയയുടെ അത്യാവശ്യം വലിയ പ്ലാന്റാണ്. ചിലതിലൊക്കെ പൂക്കളും മൊട്ടൊക്കെ ആയി നിൽക്കുന്ന പ്ലാന്റ് തന്നെയാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 120 രൂപയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് യെല്ലോ കോട്ടൺ പ്ലാന്റ് ആണ് കേട്ടോ. 120 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും. നല്ല മൾട്ടി പെറ്റൽ യെല്ലോ കളർ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റാണിത്. നമ്മൾ നിലത്താണ് നടുന്നതെന്നുണ്ടെങ്കിൽ ഒരു ട്രീ ആയി മാറുന്നുണ്ട്. അടുത്തായിട്ട് ലോറ പെറ്റലാണ്. ലോറ പെറ്റലത്തിൻ്റെ ഫ്ലവറൊക്കെ ആയി നിൽക്കുന്ന ഈ ഒരു സൈസ് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 70 രൂപയാണ്. ഒരു ബോർഡർ പ്ലാന്റ് ആക്കിയെടുക്കാനും സാധിക്കുന്നതാണ്. അടുത്തായിട്ട് പാസിഫ്ലോറയുടെ പിങ്ക് ഷെയ്ഡാണ്. ഇതുപോലെ ചെറിയ പ്ലാന്റിൽ തന്നെ പൂക്കളുണ്ടാകുന്നൊരു ക്രീപ്പർ വെറൈറ്റി കൂടിയാണിത്. ബ്രൺഫെൽസിയുടെ വലിയ സൈസ് നമ്മൾ കണ്ടു. ചെറിയ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 60 രൂപയാണ്. ഏത് സൈസാണെന്ന് നിങ്ങൾ പ്രത്യേകം മെൻഷൻ ചെയ്യണം. അടുത്തായിട്ട് ഓറഞ്ച് കെയിൻ ബിഗോണിയാണ്. ഇതുവരെ നമ്മൾ വൈറ്റ് ഫ്ലവർ ഉണ്ടാകുന്ന ഏഞ്ചൽ ബിഗോണിയ മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അടുത്തതായിട്ട് ഫിഷ് ബോൺ കാറ്റസ് ആണ് കേട്ടോ. ഫിഷ് ബോൺ കാറ്റസ് ശരിക്കും ബ്രഹ്മകമലത്തിൻ്റെയൊക്കെ ഫ്ലവർ പോലത്തെ ഒരു ഫ്ലവറുകളാണിതിൽ ഉണ്ടാകുന്നത്. പൂക്കൾ മാത്രമല്ല, ലീഫും ഒരു വ്യത്യസ്തമായ ലീഫുകളാണ് ഇതിന് ഉള്ളത്. അടുത്തായിട്ട് വരുന്നത്
ചൈനീസ് ട്രംപറ്റാണ്. 130 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇത് കുറ്റിച്ചെടിയല്ല, ക്രീപ്പറായി നിന്നുകൊണ്ട് പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ്. ഈ ഒരു സൈസിൽ നല്ല ബുഷിയായ പ്ലാന്റ്സുകൾ തന്നെയാണ് 130 രൂപയ്ക്ക് നമുക്ക് ലഭിക്കുന്നത്. അടുത്തായിട്ട് ബാംബു ഓർക്കിഡാണ്. ബാംബു ഓർക്കിഡിൻ്റെ ഒരു പ്രത്യേകത, നമുക്ക് നോർമൽ പോട്ടി മിക്സിൽ മണ്ണും ചാണകപ്പൊടിയും വേണമെങ്കിൽ അല്പം ചകിരിച്ചോറൊക്കെ ചേർത്തിട്ടുള്ളൊരു പോട്ടി മിക്സിൽ തന്നെ ഈ പ്ലാന്റ്സിനെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്തായിട്ട് വെരിഗേറ്റഡ് മെലസ്റ്റോമയാണ്. ഇത് അധികം ആരും തന്നെ കണ്ടിട്ടുണ്ടാവില്ല. നോർമൽ ടൈപ്പ് ഫ്ലവർ തന്നെയാണ്, പർപ്പിൾ ഷെയ്ഡ് ഫ്ലവർ തന്നെയാണ് ഉണ്ടാകുന്നത്. അടുത്തായിട്ട് ബ്ലൂ ജെയ്ഡ് വൈനാണ്. ബ്ലൂ ജെയ്ഡ് വൈനിന് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, റെഡ് ജെയ്ഡ് വൈൻ വർഷത്തിൽ 4 തവണയാണ് പൂക്കൾ ഉണ്ടാവുക. ബ്ലൂ ജെയ്ഡ് വൈനിൽ വർഷം മുഴുവൻ പൂക്കൾ ഉണ്ടാവുന്നുണ്ട്. അത്യാവശ്യം നന്നായിട്ട് പെട്ടെന്ന് തന്നെ പടർന്ന് കയറിപ്പോയി ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ക്രീപ്പർ കൂടിയാണ് ബ്ലൂ ജെയ്ഡ്. അടുത്തായിട്ട് ബ്ലൂ ഹൈഡ്രാഞ്ചിയാണ്. ബ്ലൂ ഹൈഡ്രാഞ്ചിയയുടെ ഹൈബ്രിഡ് ടൈപ്പാണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളായിരിക്കും അയക്കുന്നത്, ഒരുപാട് വലിയ പ്ലാന്റ് ആയിരിക്കില്ല. നെക്സ്റ്റ് വൺ വരുന്നത് ബൊളീവിയൻ സൺസെറ്റ് ആണ്. ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മൾ ഓഫർ വീഡിയോ ഇടുമ്പോഴൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നൊരു പ്ലാന്റാണ് ബൊളീവിയൻ സൺസെറ്റ്. നല്ല മെച്ചുറായി നിൽക്കുന്ന നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് 60 രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അടുത്തായിട്ട് വരുന്നത് ലോലിപ്പോപ്പാണ്. കുറ്റിച്ചെടിയായി നിന്നിട്ട് എല്ലാ സമയത്തും പൂക്കൾ തരുന്ന ഒരു പ്ലാന്റാണ് ലോലിപ്പോപ്പ് പ്ലാന്റ്. ബോർഡർ പ്ലാന്റ് ആയിട്ടും അതുപോലെ തന്നെ ഒരു കുറ്റിച്ചെടിയായിട്ടും ഒറ്റ പ്ലാന്റ് ആയിട്ടൊക്കെ നമുക്ക് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് കൂടിയാണിത്. അടുത്തായിട്ട് മൾട്ടി കളർ ലെൻഡാനിയാണ്. 3 ഷെയ്ഡിലാണ് ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാകുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് പവിഴമല്ലിയാണ് കേട്ടോ. പവിഴമല്ലി നല്ല സുഗന്ധമുള്ള പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണ്. ഇതൊരു കുറ്റിച്ചെടിയാണ്. നമ്മൾ വർഷങ്ങൾ കൊണ്ടൊക്കെ നിലത്താണ് നടുന്നതെന്നുണ്ടെങ്കിൽ ഒരു ട്രീ പോലെയൊക്കെ ആവുന്നുണ്ട്. നെക്സ്റ്റ് വൺ വരുന്നത് റിപ്സാലിസ് ആണ്. റിപ്സാലിസിൻ്റെ ചെറിയ പ്ലാന്റ് നമ്മൾ നേരത്തെ കണ്ടു. ഇത് ഹാങ്ങിങ് പോട്ടിലുള്ള വലിയ പ്ലാന്റ് ആണ്. വിത്തൗട്ട് പോട്ടായിട്ടാണ് നമ്മൾ ഈ പ്ലാന്റ് അയക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ലെമൺ വൈനാണ്. ലെമൺ വൈൻ ഒരു അലങ്കാര സസ്യമായിട്ട് മാത്രമല്ല, ഇതിൻ്റെ ഫ്രൂട്ട് നമുക്ക് ഭക്ഷ്യയോഗ്യവുമാണ്. അടുത്തായിട്ട് റെഡ് പ്ലൂമേറിയ പ്ലാന്റ് ആണ്. റെഡ് പ്ലൂമേറിയയുടെ കട്ടിങ്സ് പിടിപ്പിച്ച് നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഈ സൈസ് പ്ലാന്റ് ആണ് 200 രൂപയ്ക്ക് ലഭിക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് അക്കാലിഫയാണ് കേട്ടോ. അക്കാലിഫ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് കൂടുതൽ ഭംഗി. ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് 50 രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നത്. നെക്സ്റ്റ് വൺ ക്ലെറോഡൻഡ്രോം. കുറ്റിച്ചെടിയായി നിന്നിട്ട് എല്ലാ സമയത്തും ഇതുപോലെ പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണിത്. 2 വെറൈറ്റീസ് നമ്മളെടുത്ത് അവൈലബിൾ ആണ്. ഈ കപ്പ് ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്നതും ഗ്രീൻ ഷെയ്ഡ് വരുന്നതും 50 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. നെക്സ്റ്റ് വൺ സ്യൂട്രാന്തിമാണ്. സ്യൂട്രാന്തിമം പ്ലാന്റ് ഫ്ലവർ ഉണ്ടാവുമെങ്കിലും കൂടിയിട്ട് ഇതിൻ്റെ ലീഫ് കാണാനാണ് കൂടുതൽ ഭംഗി. 60 രൂപയാണ് ഈ സൈസ് പ്ലാന്റിൻ്റെ പ്രൈസ്. നെക്സ്റ്റ് വൺ മെഹന്തി മൈലാഞ്ചി പ്ലാന്റ് ആണ്. മൈലാഞ്ചി പ്ലാന്റ് നമുക്ക് നഖങ്ങളും കൈകളൊക്കെ ചോപ്പിക്കാൻ മാത്രമല്ല ഒരുപാട് ഔഷധ ഗുണമുള്ളൊരു പ്ലാന്റാണ്. ഇതിന് നമുക്ക് എണ്ണ കാച്ചുന്നതിനും അതുപോലെ തലമുടി കറുപ്പിക്കുന്നതിനൊക്കെ ഉപയോഗിക്കാം. അടുത്തായിട്ട് വെരിഗേറ്റഡ് ഗ്രൗണ്ട് ഐവിയാണ്. നല്ല ഫാസ്റ്റ് ഗ്രോത്തിൽ വളരുന്ന ഒരു പ്ലാന്റാണ് ഈ ഗ്രൗണ്ട് ഐവി. ഇതിനെ നമുക്ക് ഗ്രൗണ്ട് കവറിങ് ആയിട്ടും ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും ഉപയോഗിക്കാം. നെക്സ്റ്റ് വൺ വരുന്നത് ബ്ലാക്ക് ലോക്കസ്റ്റ് ആണ്. ഒരു കുറ്റിച്ചെടിയായി നിന്നിട്ട് പെട്ടെന്ന് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണ് ബ്ലാക്ക് ലോക്കസ്റ്റ്. ഇത് ഒരുപാട് നാളൊന്നും ആയിട്ടുള്ള നമ്മുടെ നഴ്സറികളിലൊന്നും എത്തിയിട്ട്. അടുത്തായിട്ട് പ്രൈഡ് ഓഫ് ഇന്ത്യയാണ്. പ്രൈഡ് ഓഫ് ഇന്ത്യയെ മണിമരുത് എന്നാണ് കോമൺ ആയിട്ട് വിളിക്കുന്നത്. കട്ടിങ്സ് ഉപയോഗിച്ച് ഉണ്ടാക്കിയ പ്ലാന്റ്സിൻ്റെ പ്രൈസ് വരുന്നത് 90 രൂപയാണ്. ഈ സൈസിലുള്ള പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ബ്രഹ്മകമലാണ്. ബ്രഹ്മകമലത്തിൻ്റെ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 50 രൂപയാണ് കേട്ടോ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അടുത്തതായിട്ട് വരുന്നത് പനാമ റോസാണ്. പനാമ റോസിൻ്റെ ഈ ഒരു ഷെയ്ഡ് മാത്രമാണ് നമ്മളെടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് ഒരുപാട് ഉയർന്ന് വളരുന്നൊരു പ്ലാന്റ് അല്ല. ഒരു 2 അടി മാക്സിമം ഹൈറ്റ്, ആ ഒരു ഹൈറ്റിൽ നിന്നിട്ട് എല്ലാ സമയത്തും പൂക്കൾ തരുന്നു. അടുത്തായിട്ട് യെല്ലോ ഫ്യൂഷൻ 75 രൂപയാണ് പ്രൈസ്. അടുത്തായിട്ട് പിങ്ക് ഹോയാണ്. ഹോയയുടെ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള ജിഫിയിൽ വേര് പിടിപ്പിച്ച പ്ലാന്റ്സ് ആണ് അയച്ചു തരുന്നത്. ഒരു ലൈറ്റ് പിങ്ക് ആണ് കേട്ടോ ഇത്. ഈ ഒരു സൈസ് പ്ലാന്റ്സ് ആയിരിക്കും. ചിലതൊക്കെ വള്ളിയായി തുടങ്ങിയ പ്ലാന്റ്സുകളും ഇതിൽ ആഡ് ആയിട്ടുണ്ട്. അടുത്തായിട്ട് വൈറ്റ് ലിപ്സ്റ്റിക്കാണ്. വൈറ്റ് ലിപ്സ്റ്റിക്കിൻ്റെ ഒരു പ്രത്യേകത, ഇതിൻ്റെ ലീഫും ഫ്ലവറും ഒക്കെ ഒരു മിനിയേച്ചർ ടൈപ്പാണ്. തീരെ ചെറിയ ലീഫുകളാണ് ഇതിന് ഉണ്ടാകുന്നത്. അടുത്തതായിട്ട് ഹൈബ്രിഡ് മധുമാലതിയാണ്. മധുമാലതിയുടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഡബിൾ പെറ്റലുണ്ട്, ഹൈബ്രിഡ് ഉണ്ട്, മിനിയേച്ചർ ടൈപ്പ് ഉണ്ട്. ഈ ഹൈബ്രിഡ് വെറൈറ്റീസിൻ്റെ ഒരു പ്രത്യേകത
ഇതിൻ്റെ ലീഫും ഫ്ലവറും വ്യത്യസ്തമാണ്. വലിയ ലീഫുകളാണ് ഇതിന് ഉണ്ടാകുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് വൈറ്റ് ബഡ്ലിയ പ്ലാന്റ് ആണ്. ബട്ടർഫ്ലൈ പ്ലാന്റ് എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. ഈ ഒരു സൈസ് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 70 രൂപയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് വൈറ്റ് ഹൈഡ്രാഞ്ചിയാണ്. ഒരു പ്യുവർ വൈറ്റ് അല്ല, ലെമൺ വൈറ്റ് ആണെന്ന് പറയാം. പിന്നെ ഫ്ലവർ നന്നായിട്ട് വിരിയുമ്പോഴാണ് അത് നല്ലൊരു വൈറ്റ് ഷെയ്ഡിലേക്ക് മാറുന്നത്. അടുത്തായിട്ട് വരുന്നത് ബ്ലൂ പാസിഫ്ലോറയാണ് കേട്ടോ. പിങ്ക് നമ്മൾ നേരത്തെ കണ്ടു, ഇത് ബ്ലൂ ഷെയ്ഡ്. ഇത് കുറേ കസ്റ്റമേഴ്സ് ഇപ്പോൾ ഫ്ലവറായിട്ട് നമുക്ക് ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അടുത്തത് റിബൺ ഗ്രാസ് ആണ്. ഈ റിബൺ ഗ്രാസിനെ ഔട്ട്ഡോർ ആയിട്ടും ഇൻഡോർ ആയിട്ടും വളർത്താനായിട്ട് സാധിക്കും. നമുക്ക് വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ അങ്ങനെ ഉപയോഗിക്കാം. നെക്സ്റ്റ് വൺ ചിബോച്ചിന പ്ലാന്റ് ആണ്. 60 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. അടുത്തായിട്ട് വരുന്നത് റെഡ് റോസിഡോ പ്ലാന്റ് ആണ്. 120 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത്. അടുത്തായിട്ട് സ്കൾ ക്യാപ്പ് പ്ലാന്റ് ആണ്. ഇതൊരു ഹാർഡി വെറൈറ്റി അല്ല, ഒരു സോഫ്റ്റ് തണ്ടുകളാണ് ഇതിനുള്ളത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സിനാണ് 80 രൂപ. അടുത്തായിട്ട് വെരിഗേറ്റഡ് കാനാ ലില്ലിയാണ്. ഇത് ഡോഫ് വെറൈറ്റിയാണ്. ഒരുപാട് ഹൈറ്റ് വെച്ച് പോകാറില്ല. ഓറഞ്ച് ഷെയ്ഡിലുള്ള ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത്. കാനാ ലില്ലിയുടെ ഈ ഒരു വെറൈറ്റി മാത്രമാണ് നമ്മളെടുത്തിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് വൺ വരുന്നത് അബൂട്ട്ലോണിൻ്റെ മെഗാ പൊട്ടാമിക്കം എന്നറിയപ്പെടുന്ന മിനിയേച്ചർ ടൈപ്പ്. കുറച്ചൊന്ന് ക്രീപ്പ് ചെയ്ത് പോകുന്നൊരു ടൈപ്പാണ് ഈ മെഗാ പൊട്ടാമിക്കം. ചെറിയ ലീഫുകളും തണ്ടുകളൊക്കെ ചെറുതായിരിക്കും. ഒരു റെഡ് ആൻഡ് യെല്ലോ ഷെയ്ഡിലാണ് പൂക്കളുണ്ടാകുന്നത്. അടുത്തായിട്ട് വൈറ്റ് പെട്രിയ പ്ലാന്റ് ആണ്. വൈറ്റ് പെട്രിയയും ബ്ലൂ പെട്രിയയും നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു പോട്ടിലാണ് ഇത്രയും പൂക്കളായി നിൽക്കുന്നത്. ചെറിയ പ്ലാന്റ്സുകളിൽ തന്നെ പെട്ടെന്ന് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഈ പെട്രിയ പ്ലാന്റ്സുകൾ. നെക്സ്റ്റ് വൺ വരുന്നത് വെരിഗേറ്റഡ് ബ്രൺഫെൽസിയാണ് കേട്ടോ. നോർമൽ ബ്രൺഫെൽസിയ ഹൈബ്രിഡ് ടൈപ്പ് നമ്മൾ നേരത്തെ കണ്ടു. ഇത് വെരിഗേറ്റഡ് ടൈപ്പാണ്. ഈ ഒരു വൈറ്റ് ആൻഡ് ഗ്രീൻ ഷെയ്ഡ് ലീഫുകളും അതുപോലെ ബ്ലൂ ഫ്ലവറും കൂടി ആകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അടുത്തായിട്ട് വരുന്നത് വാട്ടർ ജാസ്മിൻ ആണ്. റൈറ്റിയ എന്ന പേരിലും ഈ പ്ലാന്റ് അറിയപ്പെടുന്നു. നല്ല സുഗന്ധമുള്ള തൂവെള്ള നിറത്തിലുള്ള പൂക്കളാണ് ഈ വാട്ടർ ജാസ്മിൻ പ്ലാന്റിൽ ഉണ്ടാകുന്നത്. നല്ല വലിയ പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ. തീരെ ചെറിയ പ്ലാന്റ്സ് അല്ല 90 രൂപയ്ക്ക് നമുക്ക് ലഭിക്കുന്നത്. അടുത്തായിട്ട് വാട്ടർമെലൺ ഡിസ്റ്റീഡിയാണ്. ഹാങ്ങിങ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി വെറൈറ്റിയാണ് ഈ വാട്ടർമെലൺ ഡിസ്റ്റീഡിയ. എന്നാൽ ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ച് വളർത്താൻ പാടില്ല. അടുത്തായിട്ട് വെരിഗേറ്റഡ് സ്നോറോസ് ആണ്. വെരിഗേറ്റഡ് സ്നോറോസിൻ്റെ പ്രൈസ് വരുന്നത് 60 രൂപയാണ്. സിംഗിൾ പെറ്റൽ ഫ്ലവറാണ് വെരിഗേറ്റഡ് സ്നോറോസിൽ ഉണ്ടാകുന്നത്. ഡബിൾ പെറ്റലും പിങ്കും വെരിഗേറ്റഡും നമ്മളെടുത്ത് അവൈലബിൾ ആണ്. നെക്സ്റ്റ് വൺ വരുന്നത് പീലിയ പ്ലാന്റ് ആണ്. ഇതിനും ഒരു ലോ ലൈറ്റിൽ വെച്ച് വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് ആണ്. ഇതൊരു ലീഫി പ്ലാന്റ് ആണ്. ഫ്ലവർ കാണാൻ അത്ര ഭംഗിയില്ല, ലീഫ് കാണാനാണ് കൂടുതൽ ഭംഗി. ഓവർ വാട്ടറിങ് ആവാതെ ശ്രദ്ധിക്കേണ്ട ഒരു പ്ലാന്റ് കൂടിയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് യെല്ലോ ബേർഡ് ഓഫ് പാരഡൈസ് ആണ്. 3 ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് നമ്മൾ ഇതിനകം കാണിച്ചു കഴിഞ്ഞു. അടുത്തായിട്ട് വരുന്നത് ലില്ലി പില്ലിയാണ്. ലില്ലി പില്ലിയുടെ പ്ലാന്റ് നമ്മൾ കട്ടിങ്സ് ഉപയോഗിച്ചാണ് പിടിപ്പിച്ചിരിക്കുന്നത്. കുറ്റിച്ചെടിയായിട്ടാണ് ഈ പ്ലാന്റ് ഉണ്ടാകുന്നത്. നിറഞ്ഞ കായ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി കൂടിയാണ്. കട്ടിങ്സ് ഉപയോഗിച്ച് പിടിപ്പിച്ച പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കായകൾ ഉണ്ടാകുന്നുണ്ട്. അടുത്തായിട്ട് യെല്ലോ മാൻഡിവില്ലയുടെ നോർമൽ ടൈപ്പ്, അതായത് നാടൻ വെറൈറ്റിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സമയത്തും ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ കൂടുതൽ പരിചരണമൊന്നും ആവശ്യമില്ലാത്തൊരു പ്ലാന്റാണ് ഈ നാടൻ വെറൈറ്റി മാൻഡിവില്ല. നെക്സ്റ്റ് വൺ വരുന്നത് ക്രൈനം ലില്ലിയാണ്. ക്രൈനം ലില്ലിയുടെ പിങ്ക് ഷെയ്ഡ് മാത്രമാണ് ഇപ്പോൾ നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. 90 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. വലിയ പ്ലാന്റ് അല്ല, ഇതിൻ്റെ ആ ഒരു ബൾബാണ് നമ്മൾ അയച്ചു തരുന്നത്. ഈ സൈസിലുള്ള ബൾബുകളായിരിക്കും ലഭിക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് വെരിഗേറ്റഡ് ബേബി സൺറോസ് ആണ്. നോർമൽ ടൈപ്പ് നമ്മൾ നേരത്തെ കണ്ടു. വെരിഗേറ്റഡിൻ്റെ പ്രൈസ് വരുന്നത് 50 രൂപയാണ്. അടുത്തായിട്ട് വരുന്നത് വെരിഗേറ്റഡ് ഫൈക്കസ് റെപ്പൻസ് ആണ്. ഇതിനെ ഹാങ്ങിങ് ആയിട്ടും അതുപോലെ തന്നെ വാൾ ക്രീപ്പറായിട്ടൊക്കെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഈ സൈസ് പ്ലാന്റിനാണ് 50 രൂപ. അടുത്തതായിട്ട് ഫൈക്കസ് ബോൺസായി ആണ് കേട്ടോ. ബോൺസായി ആക്കി സെറ്റാക്കിയ ഒരു പ്ലാന്റാണ്. 390 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഫൈക്കസിൻ്റെ ഒരു വെറൈറ്റിയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ബ്രോക്കൺ ഹെർട്ടാണ്. ബ്രോക്കൺ ഹെർട്ടിനെ നമുക്ക് ഒരു ഫുൾ ഇൻഡോർ ആയിട്ടും വളർത്താം, അതുപോലെ തന്നെ പുറത്ത് വെച്ച് വളർത്താനും സാധിക്കുന്നതാണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സിനാണ് 80 രൂപ പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് സിങ്കോണിയം പ്ലാന്റ് ആണ്. സിങ്കോണിയത്തിൻ്റെ 2 വെറൈറ്റീസ് നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓരോന്നിൻ്റെയും പ്രൈസ് വരുന്നത് 50 രൂപയാണ്. ജിഫി പ്ലാന്റ്സുകളായിരിക്കും അയക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് യെല്ലോ ടെക്കോമയാണ് കേട്ടോ. യെല്ലോ ടെക്കോമയുടെ ഹൈബ്രിഡ് ടൈപ്പാണ്, നോർമൽ ടൈപ്പ് അല്ല. ചെറിയ ഹൈറ്റ് ഇല്ലാതെ തന്നെ നിന്നുകൊണ്ട് നന്നായിട്ട് പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണിത്. നെക്സ്റ്റ് വൺ വരുന്നത് ഏഞ്ചൽ ബിഗോണിയാണ്.
ഏഞ്ചൽ ബിഗോണിയയുടെ ഈ ഒരു സൈസ് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 90 രൂപയാണ്. അടുത്തതായിട്ട് മെക്സിക്കൻ ഹൈഡ്രാഞ്ചിയാണ്. 130 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇതുപോലെ നല്ലൊരു പിങ്ക് ഷെയ്ഡ് ഫ്ലവറാണ് ഈ പ്ലാന്റിൽ ഉണ്ടാകുന്നത്. അടുത്തതായിട്ട് വരുന്നത് അവക്കാഡോയുടെ ഗ്രാഫ്റ്റാണ്. ഗ്രാഫ്റ്റും സീഡ്ലിംഗ് പ്ലാന്റും നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്രാഫ്റ്റ് പ്ലാന്റ് വേണ്ടവർ ഗ്രാഫ്റ്റഡ് എന്ന് പ്രത്യേകം മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഈ ഒരു സൈസ് പ്ലാന്റിൻ്റെ പ്രൈസ് 190 രൂപയാണ്. അടുത്തായിട്ട് ആമസോൺ ബ്ലൂ ആണ്. കട്ടിങ്സ് ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു വെറൈറ്റിയാണിത്. ഇതിൻ്റെ തണ്ടുകൾ ഒരല്പം സോഫ്റ്റാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാനും സാധിക്കും. അടുത്തതായിട്ട് വരുന്നത് പിങ്ക് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ്. ജിഫിയിലോ അല്ലെങ്കിൽ ചകിരിച്ചോറിലോ വേര് പിടിപ്പിച്ച പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. 50 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. നെക്സ്റ്റ് വൺ വരുന്നത് മണിമുല്ല പ്ലാന്റ് ആണ്. നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 60 രൂപയാണ്. വർഷത്തിൽ ഒരു തവണയാണ് ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നത്. അടുത്തതായിട്ട് വരുന്നത് ട്രീ ഫേൺ ആണ്. ഒരു ഹാഫ് ഇൻഡോറായിട്ട് വളർത്താൻ പറ്റിയൊരു വെറൈറ്റിയാണ് ഈ ട്രീ ഫേൺ. ഈ സൈസ് പ്ലാന്റിനാണ് 90 രൂപ. അടുത്തായിട്ട് കനേഡിയൻ കൊന്ന. നമ്മുടെ നോർമൽ കണിക്കൊന്നയുടെയൊക്കെ ഒരു അപരൻ എന്ന് പറയാം. എന്നാൽ എല്ലാ സമയത്തും കനേഡിയൻ കൊന്നയിൽ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യുന്നു. അടുത്തായിട്ട് യെല്ലോ ഹോയയാണ് കേട്ടോ. യെല്ലോ ഹോയയുടെ ലീഫ് എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യണേ. യെല്ലോ ഹോയ കിട്ടിക്കഴിയുമ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിക്കുന്നതാണ് ഇത് ഹോയ തന്നെയാണോ എന്നുള്ളത് കേട്ടോ. 230 രൂപയാണ് ഈ ഒരു സൈസ് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത്. വിത്തൗട്ട് പോട്ടായിട്ടാണ് അയക്കുന്നത്. അടുത്തതായിട്ട് റെഡ് ലിപ്സ്റ്റിക്കാണ്. റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ ജിഫിയിൽ വേര് പിടിപ്പിച്ചതോ അല്ലെങ്കിൽ ചകിരിച്ചോറിൽ വേര് പിടിപ്പിച്ചതോ ആയ പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. അത്യാവശ്യം മെച്ചുറായി നിൽക്കുന്ന വലിയ പ്ലാന്റ്സുകൾ തന്നെയായിരിക്കും കേട്ടോ ലഭിക്കുന്നത്. അടുത്തായിട്ട് മോർണിംഗ് ഗ്ലോറിയാണ്. മോർണിംഗ് ഗ്ലോറിയുടെ ഈ ഒരു പിങ്ക് ഷെയ്ഡ് മാത്രമാണ് ബ്ലൂ ഷെയ്ഡ് മാത്രമാണ് നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. പിങ്ക് ഷെയ്ഡ് സോൾഡ് ആയിട്ടുണ്ട്. ഇതിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 40 രൂപയാണ്. ഈ സൈസ് പ്ലാന്റ്സ് ആയിരിക്കും. അടുത്തതായിട്ട് വരുന്നത് ഗോൾഡ് ഫിഷ് പ്ലാന്റ് ആണ്. ഇതിനെ ഡയറക്റ്റ് സൺലൈറ്റിൽ നിന്നും മാറ്റി ചെറിയൊരു ഷെയ്ഡിൽ വെച്ച് വളർത്തുകയാണെങ്കിലാണ് ഇതിൻ്റെ ലീഫുകൾക്കൊക്കെ കറക്റ്റ് ഒരു ഗ്ലൈസിങ് ലഭിക്കുള്ളൂ. അടുത്തായിട്ട് റെഡ് ഹോയാണ്. ഇതും ജിഫിയിൽ വേര് പിടിപ്പിച്ച പ്ലാന്റ്സ് ആണ്. ഈ സൈസ് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 50 രൂപയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് വൈറ്റ് ഹോയാണ്. വൈറ്റ് ഹോയും സെയിം തന്നെയാണ്. ഇതിനെ നമുക്ക് ക്രീപ്പറായിട്ടും വളർത്താം. അതുപോലെ തന്നെ ഒരു പോട്ടിൽ സ്റ്റിക്കൊക്കെ കൊടുത്തിട്ട് അങ്ങനെയും വളർത്താനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ ഏഞ്ചൽ ട്രംപറ്റ് ആണ്. 50 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. ഈ ഒരു സൈസ് പ്ലാന്റാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. എല്ലാ സമയത്തും പൂക്കളുണ്ടാകുന്നൊരു വെറൈറ്റിയാണിത്. നെക്സ്റ്റ് വൺ പെപ്രോമിയ പ്ലാന്റ് ആണ് കേട്ടോ. പെപ്രോമിയയുടെ ഈ ഒരു ഷെയ്ഡ് മാത്രമാണ് നമ്മളടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. 30 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ കാവേരി പാഷൻ ഫ്രൂട്ടാണ്. ഹൈബ്രിഡ് വെറൈറ്റിയാണ്. നല്ല മധുരമുള്ള ഫ്രൂട്ടാണ് ഇതിലുണ്ടാകുന്നത്. ഒരുപാട് പുളിയുള്ള വെറൈറ്റി ഒന്നുമല്ല. നല്ല മധുരമായിരിക്കും ഇത് കഴിക്കാനായിട്ട്. നമുക്ക് ഒരുപാട് പഞ്ചസാരയൊന്നും ആഡ് ചെയ്ത് കഴിക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് വൺ മൾബറി പ്ലാന്റ് ആണ്. മൾബറി പ്ലാന്റിൻ്റെ ഹൈബ്രിഡ് ടൈപ്പാണ്. എന്നാൽ ഒരുപാട് നീളമുള്ള ടൈപ്പ് അല്ല കേട്ടോ. കുറച്ച് ഫുള്ളായിട്ട് ഫ്രൂട്ട് ഉണ്ടാകുന്നുണ്ട്. എല്ലാ സമയങ്ങളിലും ഫ്രൂട്ട് ഉണ്ടാകുകയും ചെയ്യുന്നു. നെക്സ്റ്റ് വൺ വരുന്നത് റെഡ് ഇക്സോറയാണ്. റെഡ് ഇക്സോറയുടെ നാടൻ വെറൈറ്റിയാണ്. മിനിയേച്ചർ ടൈപ്പല്ല. നല്ല വലിയ പൂക്കൾ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സമയത്തും ഇതിൽ പൂക്കൾ ഉണ്ടാകുകയും ചെയ്യുന്നു. ഹൈബ്രിഡ് പോലെ കുറഞ്ഞ സമയങ്ങളിൽ മാത്രമല്ല. നെക്സ്റ്റ് വൺ വരുന്നത് അവക്കാഡോയുടെ സീഡ്ലിംഗ് ആണ്. സീഡ്ലിങ്ങിൻ്റെ പ്രൈസ് വരുന്നത് 80 രൂപയാണ്. ഇത് രണ്ടും തന്നെ പുള്ളോക്ക് വെറൈറ്റിയാണ് കേട്ടോ. നമ്മുടെ ഗ്രാഫ്റ്റഡും സീഡ്ലിങ്ങും. നെക്സ്റ്റ് വൺ മെഡ്നില്ല പ്ലാന്റ് ആണ്. ഒരു ചെറിയ ഷെയ്ഡിൽ വെച്ച് വളർത്താൻ പറ്റിയൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് മെഡ്നില്ല പ്ലാന്റ്. നിങ്ങൾക്ക് ബാൽക്കണിയിലോ ഇനി ഒരു ഹാഫ് ഇൻഡോർ ആയിട്ടോ ഒക്കെ ഈ ഒരു മെഡ്നില്ല പ്ലാന്റിനെ സെറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. നെക്സ്റ്റ് വൺ യെല്ലോ ജാസ്മിൻ ആണ്. ജാസ്മിൻ്റെ ഫ്ലവറിനോട് സാദൃശ്യം തോന്നുന്ന പൂക്കളാണ് ഇതിലുണ്ടാകുന്നത്. എന്നാൽ ഒരുപാട് സുഗന്ധമുള്ള പൂക്കളല്ല. ജാസ്മിൻ പോലെ തന്നെയാണ് ഇതിൻ്റെ പൂക്കൾ കാണുന്നത്. നെക്സ്റ്റ് വൺ പിങ്ക് ടെക്കോമയാണ്. ടെക്കോമയുടെ ഫ്ലവറിനോട് സാദൃശ്യമുള്ളത് കൊണ്ടാണ് ഇത് പിങ്ക് ടെക്കോമ എന്നറിയപ്പെടുന്നത്. ഇതിൻ്റെ യഥാർത്ഥ നാമം പാണ്ഡൂരിയ ജാസ്മിൻ, ബവർ പ്ലാന്റ് എന്നൊക്കെയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് മഡഗാസ്കർ ജാസ്മിൻ്റെ മിനിയേച്ചർ ടൈപ്പാണ്. നോർമൽ വലിയ ഫ്ലവർ ഉണ്ടാകുന്നതല്ല, ഇത് മിനിയേച്ചർ ടൈപ്പാണ്. ലീഫും ഒരല്പം മിനിയേച്ചറിലാണ് ഉണ്ടാവുക. ഈ ഒരു സൈസ് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 100 രൂപയാണ് കേട്ടോ. നെക്സ്റ്റ് വൺ വരുന്നത് വയലറ്റ് പെട്രിയ. കട്ടിങ്സ് ഉപയോഗിച്ച് പിടിപ്പിച്ച പ്ലാന്റ്സുകളായതുകൊണ്ട് തന്നെ ചെറിയ പ്ലാന്റ്സുകളിൽ പെട്ടെന്ന് തന്നെ പൂക്കളായി തുടങ്ങുന്നുണ്ട്. നെക്സ്റ്റ് വൺ വരുന്നത് വൈറ്റ് ടെക്കോമയാണ്. ഇതും പാണ്ഡൂരിയ ജാസ്മിൻ ബവർ പ്ലാന്റ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ്.
വൈറ്റ് ടെക്കോമ എന്നാണ് ഇതിനെ കോമൺ ആയിട്ട് വിളിക്കുന്നത്. കുറ്റിച്ചെടിയായിട്ടും ക്രീപ്പറായിട്ടൊക്കെ വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് കൂടിയാണ് ഈ ടെക്കോമ പ്ലാന്റ്. നെക്സ്റ്റ് വൺ വരുന്നത് നിക്കോഡിയ പ്ലാന്റ് ആണ്. നിക്കോഡിയ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത, ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നല്ല ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ച് വളർത്തുകയും ചെയ്യേണ്ട ഒരു പ്ലാന്റാണ്. ആഴ്ചയിൽ 1-2 തവണ മാത്രം നനവ് മതിയാകും. അടുത്തതായിട്ട് ഫ്രാസർ ഐലൻഡ് ക്രീപ്പറാണ്. ഈ ക്രീപ്പറിൽ വർഷത്തിൽ 2 തവണയാണ് പൂക്കളുണ്ടാകുന്നത്. ഇതിൻ്റെ ആ മെച്ചുറായ സ്റ്റെമ്മിലാണ് പൂക്കളുണ്ടാകുന്നത്, അല്ലാണ്ട് ലീഫിൻ്റെ അഗ്രഭാഗങ്ങളിലല്ല, അടിഭാഗങ്ങളിലാണ് പൂക്കളുണ്ടാകുന്നത്. പൂക്കളുണ്ടായി കഴിഞ്ഞാൽ 2-3 മാസം ആ ഫ്ലവർ അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഗോൾഡ് ഫിഷിൻ്റെ റെഡ് വെറൈറ്റിയാണ് കേട്ടോ. ഓറഞ്ച് വെറൈറ്റി നമ്മൾ നേരത്തെ കണ്ടു. സെയിം പരിചരണമാണ്, ഓവർ വാട്ടറിങ് ആവരുത്, ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ലാത്ത ഒരു പ്ലാന്റ് കൂടിയാണ്. ഈ ഒരു സൈസിൽ ജിഫിയിൽ വേര് പിടിപ്പിച്ച പ്ലാന്റ്സാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. അടുത്തായിട്ട് വരുന്നത് ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ റെഡ് വെറൈറ്റീസാണ്. റെഡ് വെറൈറ്റിയുടെ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 100 രൂപയാണ് കേട്ടോ. ഈ സൈസ് പ്ലാന്റാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് വെരിഗേറ്റഡ് ടെർമിനാലിയ പ്ലാന്റ് ആണ്. വെരിഗേറ്റഡ് ടെർമിനാലിയ എല്ലാം തന്നെ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ്സുകളായിരിക്കും. ഈ ഒരു സൈസ് പ്ലാന്റിനാണ് 520 രൂപ പ്രൈസ് വരുന്നത്. അടുത്തായിട്ട് റെഡ് ഹൈഡ്രാഞ്ചിയാണ്. റെഡ് ഹൈഡ്രാഞ്ചിയുടെ പ്രത്യേകത നിങ്ങൾക്കറിയാം, ഇത് ഹൈബ്രിഡ് വെറൈറ്റി മാത്രമേ ഉള്ളൂ, ഒരുപാട് ഹൈറ്റ് ഒന്നും ഉണ്ടാവില്ല. ഈ സൈസ് പ്ലാന്റിൽ തന്നെ കണ്ടില്ലേ ഫ്ലവറായി നിൽക്കുന്നത്. ഈ സൈസ് പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നതും. 80 രൂപയാണ് പ്രൈസ്. അടുത്തായിട്ട് കറി ലീവ്സ് ആണ് കേട്ടോ. കറി ലീവ്സിൻ്റെ വേരിൽ നിന്നും ഉണ്ടാക്കിയെടുത്ത പ്ലാന്റ്സുകളാണ് നമ്മൾ അയച്ചു തരുന്നത്. ഇത് നമുക്ക് കുക്കിങ്ങിന് ഉപയോഗിക്കാൻ മാത്രമല്ല, അല്ലാതെ തന്നെ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു പ്ലാന്റാണ് കറി ലീവ്സ്. ഈ സൈസിലുള്ള 2-3 ഷൂട്ടായി നിൽക്കുന്ന പ്ലാന്റ്സാണ് 60 രൂപയ്ക്ക് ലഭിക്കുന്നത്. അടുത്തായിട്ട് കർട്ടൻ ക്രീപ്പറാണ്. നല്ല ഫാസ്റ്റ് ഗ്രോത്ത് ഉള്ള ഒരു പ്ലാന്റാണ് ഈ കർട്ടൻ ക്രീപ്പർ. അതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗം ഇങ്ങനെ ഫുൾ കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയൊരു ഓപ്ഷൻ കൂടിയാണിത്. 50 രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ്. നെക്സ്റ്റ് വൺ പിങ്ക് ഹൈഡ്രാഞ്ചിയാണ്. 60 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നതും. ഇതും ഡാർഫ് വെറൈറ്റി തന്നെയാണ്. അടുത്തതായിട്ട് പിങ്ക് ബഡ്ലിയ പ്ലാന്റ്. ബട്ടർഫ്ലൈ പ്ലാന്റ് എന്നാണ് ഇതിനെ കോമൺ ആയിട്ട് വിളിക്കുന്നത്, നേരത്തെ പറഞ്ഞു. വൈറ്റും പിങ്കും നമ്മളടുത്ത് അവൈലബിൾ ആണ്. ഇതാണ് സൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് സീഡ്ലെസ് ലെമൺ ആണ്. സീഡ്ലെസ് ലെമൺ എല്ലാ സമയത്തും ഫ്രൂട്ട് ഉണ്ടാകുന്നു. കട്ടിങ്സ് ഉപയോഗിച്ച് പിടിപ്പിച്ച പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ചെറിയ പ്ലാന്റ്സിൽ തന്നെ ഫ്രൂട്ട് ഉണ്ടാകുന്നുണ്ട്. നെക്സ്റ്റ് വൺ റെഡ് പോയിൻസിറ്റിയുടെ ഒരു ട്വിസ്റ്റഡ് വെറൈറ്റിയാണ് കേട്ടോ. പോയിൻസിറ്റിയുടെ ലീഫുകളാണ് ഈ റെഡ് ഷെയ്ഡിലേക്ക് മാറുന്നതെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ ലീഫും ഈ റെഡ് കളർ വരുന്ന ഭാഗവും എല്ലാം ട്വിസ്റ്റഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അടുത്തതായിട്ട് റെഡ് ടെക്കോമയാണ്. 85 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഹൈബ്രിഡ് ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഹൈറ്റ് വെച്ച് പോകാതെ തന്നെ എല്ലാ സമയത്തും ഇതിൽ പൂക്കൾ ഉണ്ടാകുകയും ചെയ്യുന്നു. ഫ്ലവർ ഉള്ള പ്ലാന്റ്സ് ആയിരുന്നു. ഇപ്പോൾ മഴ കാരണം പൂക്കളൊക്കെ ഒന്ന് കൊഴിഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് വരുന്നത് വോങ്ക ക്രീപ്പറാണ്. വോങ്ക ക്രീപ്പറിൽ വർഷത്തിൽ 2 തവണയാണ് പൂക്കൾ ഉണ്ടാകുന്നത്. ഉണ്ടാകുന്ന സമയത്ത് നിറഞ്ഞ് പൂക്കളുണ്ടാകും. ഒരു വ്യത്യസ്തമായ ഷേപ്പിലുള്ള പൂക്കളും ബഞ്ചായിട്ട് പൂക്കളുണ്ടാകുകയും ചെയ്യുന്നൊരു ക്രീപ്പർ കൂടിയാണിത്. അടുത്തായിട്ട് സൂചിമുല്ല. നല്ല സുഗന്ധമുള്ള ഒരു ഫ്ലവറാണ് ഈ സൂചിമുല്ലയ്ക്ക് ഉണ്ടാകുന്നത്. നമ്മുടെ ജാസ്മിൻ പോലെ തന്നെയാണ്. അടുത്തായിട്ട് യെല്ലോ റൊസീഡ കട്ടിങ്സ് ഉപയോഗിച്ച് പിടിപ്പിച്ച പ്ലാന്റ്സുകളാണ്. ചെറിയ പ്ലാന്റിൽ തന്നെ പെട്ടെന്ന് പൂക്കളുണ്ടാകുകയും ചെയ്യുന്നു. നമ്മൾ അയച്ചു തരുന്ന ചില പ്ലാന്റ്സൊക്കെ പൂക്കളും മൊട്ടൊക്കെ ആയി നിൽക്കുന്ന പ്ലാന്റ് തന്നെയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ക്ലെറോഡെൻഡ്രം ഇന്റർമേ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റാണ്. ബോൺസായി ആക്കി എടുക്കാനും അതുപോലെ ബോട്ടർ പ്ലാന്റ് ആക്കി വെക്കാനും കുറ്റിച്ചെടിയായി നിന്ന് നന്നായിട്ട് പൂക്കളുണ്ടാകുന്ന ഒരു പ്ലാന്റാണിത്. അടുത്തായിട്ട് വരുന്നത് ഗോൾഡൻ കാസ്കേഡാണ്. ഗോൾഡൻ കാസ്കേഡിൻ്റെ 2 സൈസ് നമ്മളെടുത്ത് അവൈലബിൾ ആണ്. ചെറിയ പ്ലാന്റിനാണ് 70 രൂപ പ്രൈസ് വരുന്നത്. നിങ്ങൾക്ക് ബാൽക്കണിയിലായാലും ടെറസ് ഗാർഡനിലായാലും നല്ല ഡയറക്റ്റ് സൺലൈറ്റ് ലഭിക്കുന്ന ഭാഗങ്ങളിലും ഒരു ഹാഫ് വെളിച്ചം ലഭിക്കുന്ന ഭാഗങ്ങളിലും ഒക്കെ വളർത്താൻ പറ്റിയൊരു പ്ലാന്റാണിത്. നെക്സ്റ്റ് വൺ വരുന്നത് റെഡ് ലെഗസ്ട്രോമിയാണ്. റെഡ് ലെഗസ്ട്രോമിയുടെ ഒരു പ്രത്യേകത, നല്ല റെഡ് ഷെയ്ഡിലുള്ള പൂക്കളായിരിക്കും. എന്നാൽ ഇതിൻ്റെ ലീഫ് ഒരു ബ്ലാക്ക് ഷെയ്ഡ്, ഒരു മെറൂൺ ഷെയ്ഡിലാണ് ഇതിൻ്റെ ലീഫുകൾ കാണപ്പെടുന്നത്. ഈ സൈസ് പ്ലാന്റാണ് 120 രൂപയ്ക്ക് ലഭിക്കുക. അടുത്തതായിട്ട് സെനീഷ്യോ ക്രീപ്പറാണ്. നമ്മുടെ നേരത്തെ കണ്ട മെക്സിക്കൻ ഫ്ലെയിം വൈനൊക്കെ പോലെ തന്നെ പെട്ടെന്ന് പൂക്കളുണ്ടാകും. ഒരുപാട് മെച്ചൂർ ആവേണ്ട ആവശ്യമില്ല. ചെറിയ പ്ലാന്റ്സിൽ തന്നെ വേഗം പൂക്കളുണ്ടാകുന്നൊരു ക്രീപ്പർ വെറൈറ്റിയാണിത്. അടുത്തായിട്ട് പിങ്ക് ലെൻഡാന പ്ലാന്റാണ്. ലെൻഡാനയുടെ ഹൈബ്രിഡ് വെറൈറ്റിയാണ്. ഒരുപാട് ഹൈറ്റുള്ള ടൈപ്പ് അല്ല കേട്ടോ.
പിങ്ക് ഷെയ്ഡിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റിൻ്റെ പ്രൈസ് 90 രൂപയാണ്. നെക്സ്റ്റ് വൺ ജോൺ ക്രീപ്പറാണ്. ജോൺ ക്രീപ്പർ പിങ്ക് ടെക്കോമ എന്ന പേരിലാണ് ഈ ഒരു ജോൺ ക്രീപ്പറും കോമൺ ആയിട്ട് അറിയപ്പെടുന്നത്. ഇത് കുറ്റിച്ചെടിയല്ല, കുറച്ചൊന്ന് ഹൈറ്റ് വെച്ച് പോകുന്നൊരു വെറൈറ്റിയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് പിങ്ക് ലെഗസ്റ്റോമിയാണ്. ലെഗസ്റ്റോമിയുടെ 3 ഷെയ്ഡ് നമ്മളടുത്ത് അവൈലബിൾ ആണ്, പിങ്ക്, റെഡ്, വൈറ്റ്. ഇത് കോംബോ ആയിട്ട് വേണ്ടവർ അത് പ്രത്യേകം മെൻഷൻ ചെയ്യണം. അത് നമ്മൾ കൊറിയർ ചാർജ് ഇല്ലാതെയാണ് കോംബോ അയച്ചു തരുന്നത്. അടുത്തായിട്ട് വരുന്നത് ബോട്ടിൽ ബ്രഷിൻ്റെ കുറച്ച് മെച്ചുറായ പ്ലാന്റാണ്. 100 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നേരത്തെ നമ്മൾ കണ്ടത് 60 രൂപയുടേതായിരുന്നു. ഈ ഒരു സൈസ് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 100 രൂപയാണ്. ഏത് സൈസാണെന്ന് പ്രത്യേകം മെൻഷൻ ചെയ്യണം. നെക്സ്റ്റ് വൺ പ്രിൻസസ് വൈനാണ്. ബാക്കി പ്ലാന്റ്സുകളെയും ക്രീപ്പറിനെയും ഒക്കെ അപേക്ഷിച്ച് പ്രിൻസസ് വൈനിന് അതിൻ്റെ റൂട്ടാണ് ആ പ്ലാന്റിന് കൂടുതൽ ഭംഗി നൽകുന്നത്. ഈ ഒരു സൈസ് പ്ലാന്റിനാണ് 80 രൂപ പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ഗ്രീൻ ഐവിയാണ്. നമ്മൾ നേരത്തെ വെരിഗേറ്റഡ് കണ്ടു, യെല്ലോ വെരിഗേഷൻ വരുന്നത് കണ്ടു. ഇത് ഫുൾ ഗ്രീൻ ആയിട്ടായിരിക്കും. ഇതിനെ നമുക്ക് ഹാങ്ങിങ് പോട്ടിലോ അതല്ലെങ്കിൽ വാൾ ക്രീപ്പറായിട്ടോ ഒക്കെ വളർത്താനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. അടുത്തതായിട്ട് വരുന്നത് ചൈന ഡോളാണ്. ഫുൾ ഇൻഡോർ ആയിട്ട് വെക്കാൻ പറ്റിയൊരു നിത്യഹരിത ചെടിയാണ് ഈ ചൈന ഡോള്. ഇതുപോലെ പെട്ടെന്ന് തന്നെ ഫാസ്റ്റ് ഗ്രോത്ത് ആയിട്ട് വളരുന്നൊരു പ്ലാന്റ് കൂടിയാണ്. ഈ സൈസ് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 50 രൂപയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് റെഡ് നൈറ്റ് ക്യൂനാണ്. റെഡ് നൈറ്റ് ക്യൂൻ്റെ ഒരു പ്രത്യേകത, പകലും രാത്രിയിലും ഇതിൻ്റെ ഫ്ലവർ വിരിഞ്ഞ് തന്നെയാണ് ഇരിക്കുക. എന്നാൽ രാത്രി സമയങ്ങളിലാണ് ഇതിന് നന്നായിട്ട് സുഗന്ധം ഉണ്ടാകുന്നത്. ഈ സൈസ് പ്ലാന്റ്സ് ആണ് 120 രൂപയ്ക്ക് ലഭിക്കുന്നത്. അടുത്തതായിട്ട് അരുത പ്ലാന്റ് ആണ്. ഒരുപാടേറെ ഔഷധ ഗുണമുള്ളൊരു പ്ലാന്റാണ് അരുത പ്ലാന്റ്. ഓരോ ഗുണങ്ങളും നമ്മൾ ഈ ഒരു ഓഫർ വീഡിയോ ആയതുകൊണ്ട് എടുത്തു പറയുന്നില്ല. നെക്സ്റ്റ് വൺ വരുന്നത് ക്ലോറോഫൈലാണ്. ഇതൊരു ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും വളർത്താൻ പറ്റിയ പ്ലാന്റാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ഡോങ്കി ടൈലാണ്. ഇതൊരു സക്കുലൻ വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ല. നെക്സ്റ്റ് വൺ ഇരുമ്പം പുളിയാണ് കേട്ടോ. ഇരുമ്പം പുളിയുടെ ലെയർ ചെയ്ത പ്ലാന്റ്സ് ആണ് 60 രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നത്. നല്ല എല്ലാ സമയത്തും ഫ്രൂട്ട് ഉണ്ടാകുന്ന ഒരു വെറൈറ്റി കൂടിയാണ്. ഈ സൈസ് പ്ലാന്റ്സ് ആയിരിക്കും അയച്ചു തരുന്നത്. അടുത്തതായിട്ട് വരുന്നത് ബ്ലൂ തമ്പർജിയാണ്. ബംഗാൾ ട്രംപറ്റ് എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. നല്ല ഫാസ്റ്റായിട്ട് വളരുന്നൊരു ഫ്ലവറിങ് ക്രീപ്പറാണ് ഈ ബ്ലൂ തമ്പർജിയ. 50 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് അയക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ഇലഞ്ഞിയാണ്. ഇലഞ്ഞിയുടെ സീഡ് മുളപ്പിച്ച പ്ലാന്റ്സ് ആണ് അയക്കുന്നത്. ചിലരൊക്കെ ചോദിക്കാറുണ്ട് എത്ര സമയം കൊണ്ടാണ് ഇതിൽ ഫ്ലവർ ആകുന്നത് എന്നുള്ളത്. ഒരു 1-1.5 വർഷം ആകുമ്പോഴേക്കും തന്നെ പൂക്കളാവുന്നു. ഇതിനെ പോട്ടിലും നിലത്തൊക്കെ വളർത്തുകയും ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വൺ വരുന്നത് റൂട്ടിയ ഫ്രൂട്ടിക്കോസ. ഇതിനെ കോമൺ ആയിട്ട് മിക്കി മൗസ് എന്നാണ് ഈ പ്ലാന്റിനെ വിളിക്കുന്നത്. ഇതൊരു കുറ്റിച്ചെടിയാണ്, എന്നാൽ എല്ലാ സമയത്തും പൂക്കളുണ്ടാവുന്നു. ഇതിൻ്റെ ആ ഒരു ഓറഞ്ച് ആൻഡ് മെറൂൺ ഷെയ്ഡ് ഇതിൻ്റെ ഫ്ലവറിന് നല്ലൊരു ഭംഗി കൂട്ടുന്ന ഒരു കളറാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ഇന്ത്യൻ ക്ലോക്ക് വൈൻ. ഇത് നമ്മുടെ തമ്പർജിയുടെ തന്നെ യെല്ലോ വെറൈറ്റിയാണ്. ഇത് വർഷത്തിൽ 1-2 തവണ മാത്രമാണ് പൂക്കളുണ്ടാകുന്നത്. തമ്പർജിയ പോക്സീനിയയിലാണ് എല്ലാ സമയത്തും പൂക്കളുണ്ടാകുന്നത്. 60 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. നെക്സ്റ്റ് വൺ വരുന്നത് വെരിഗേറ്റഡ് ബ്രോംലിയാഡാണ്. 90 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇതിൻ്റെ പൂക്കൾ മാച്ച് സ്റ്റിക്കിനോടൊക്കെ സാദൃശ്യമുള്ളതുകൊണ്ട് മാച്ച് സ്റ്റിക്ക് പ്ലാന്റ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഒരു സിംഗിൾ ഷൂട്ടായിട്ടുള്ള ഈ സൈസ് പ്ലാന്റ്സ് ആണ് അയക്കുന്നത്. അടുത്തായിട്ട് നാടൻ റൺഫിൽസിയ. ഹൈബ്രിഡ് ടൈപ്പിൻ്റെ 2 സൈസ് നമ്മൾ നേരത്തെ കണ്ടു. ഇത് നാടൻ വെറൈറ്റിയാണ്. നാടൻ വെറൈറ്റിയുടെ ഒരു പ്രത്യേകത, നല്ല സുഗന്ധമുള്ള പൂക്കളാണ് ഇതിലുണ്ടാകുക. മാത്രമല്ല വർഷത്തിൽ 2-3 തവണ മാത്രമാണ് ഇതിൽ പൂക്കളുണ്ടാകുന്നത്. നെക്സ്റ്റ് വൺ മങ്കി ടൈലാണ്. ഡോങ്കി ടൈൽ നമ്മൾ നേരത്തെ കണ്ടു. മങ്കി ടൈലും 60 രൂപയാണ്. അടുത്തായിട്ട് ബ്ലാക്ക് സീസിയാണ്. ഫുൾ ഇൻഡോർ ആയിട്ട് വളർത്താൻ പറ്റിയൊരു പ്ലാന്റാണ് സീസി പ്ലാന്റ്സ്. അതിൻ്റെ ബ്ലാക്ക് ലീഫ് വരുന്ന വെറൈറ്റിയുടെ പ്രൈസ് 150 രൂപയാണ്. അടുത്തായിട്ട് വരുന്നത് വെരിഗേറ്റഡ് ഹിബിസ്കസ് ആണ്. റെഡ് ഫ്ലവർ തന്നെയാണ്, എന്നാൽ ഇതിൻ്റെ ലീഫുകൾ വെരിഗേറ്റഡ് ഷെയ്ഡാണ്. ഈ ഓഫർ വീഡിയോയിലെ അവസാനത്തെ പ്ലാന്റ് ലക്ഷ്മി കമൽ പ്ലാന്റ്. നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു പ്ലാന്റിനെ ഓഫർ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. 120 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇത്രയും പ്ലാന്റ്സുകളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഓഫർ പ്രൈസിൽ നൽകുന്നത്. 100 രൂപയ്ക്ക് താഴെയുള്ള പ്ലാന്റ്സുകളാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ മിനിമം 3 പ്ലാന്റ്സുകളെങ്കിലും എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. എക്സ്ട്രാ കൊറിയർ ചാർജ് വരും കേട്ടോ. പ്ലാന്റ് പ്രൈസ് കൂടാതെ കൊറിയർ ചാർജ് വരുന്നതാണ്. DTDC അല്ലെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് പ്ലാന്റ്സുകൾ അയക്കുന്നത്. ഓൺലൈൻ പേയ്മെൻറ്റ് നടത്തിയ ശേഷമാണ് നമ്മൾ അയക്കുന്നത്. 7 വർക്കിംഗ് ഡേയ്സിനുള്ളിലായിട്ട് പ്ലാന്റ്സുകൾ അയച്ചു തരുന്നതാണ്.
നിങ്ങൾ ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക.